ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പ്രണയകഥയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ ആക്രമിച്ച് ഏകദേശം 1200 പേരെ കൊല്ലുകയും 250-ലധികം ആളുകളെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയൊക്കെ ചെയ്ത കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തുടർന്ന് ഇവർ തമ്മിലുണ്ടായ യുദ്ധത്തിൽ 2023 നവംബറിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാവുകയും കുറെ ബന്ദികളെ പല ഘട്ടങ്ങളായി മോചിപ്പിക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ 23-കാരിയായ മിയ സ്കീമും അവളുടെ 8 വയസ്സുള്ള അനുജത്തിയും മോചിപ്പിക്കപ്പെട്ടു. തിരികെ എത്തിയ മിയ സ്കീം പിന്നീട് സ്വന്തം നാട്ടിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടതിൻ്റെ വിചാരണയും ഈ പെൺകുട്ടി കോടതിക്ക് മുൻപാകെ പറഞ്ഞ ചില മൊഴികളും ഇന്ന് ലോകമെമ്പാടും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ഹമാസിന്റെ തടവിൽ നിന്നും തിരികെ വന്ന ഈ മിയ സ്കീം തുടർന്നുള്ള നാളുകളിൽ സ്ഥിരമായി സ്വന്തം നാട്ടിൽ ജിമ്മിന് പോകുമായിരുന്നു. അവളുടെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കാനും സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പോകുന്നുണ്ടല്ലോ, എല്ലാവരും ജിമ്മുകളിൽ പോകുന്നുണ്ട്. അങ്ങനെ ഈ മിയ സ്കീമും സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിലൂടെ ജിമ്മിലെ പരിശീലകനുമായി വളരെ സൗഹൃദമുണ്ടാവുകയും ആ പരിചയം ഉപയോഗിച്ച് തൻ്റെ വീട്ടിൽ കടന്നു വന്ന ജിമ്മിലെ ഈ പരിശീലകൻ തന്നെ മയക്കുമരുന്ന് നൽകി ബലാത്സംഗം ചെയ്തു എന്ന ആരോപണം മിയ സ്കീം ഉന്നയിച്ചപ്പോൾ നെതന്യാഹുവിന്റെ ഭരണത്തിന് കീഴിൽ ഇസ്രായേലിനുള്ളിലെ അരാജകത്വവും സ്ത്രീകളുടെ സുരക്ഷിതത്വമില്ലായ്മയും രാജ്യത്തെ ശരിക്കും നാണം കെടുത്തുകയാണ് ഉണ്ടായത്. മുൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി സെലിബ്രിറ്റികൾ ക്ലയന്റുകളായിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് ഈ പരിശീലകൻ എന്നാണ് റിപ്പോർട്ട്. ഹോളിവുഡ് സിനിമാഭിനയവുമായി ബന്ധപ്പെട്ടാണ് താൻ പീഡിപ്പിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത് എന്നാണ് ഈ മിയ സ്കീമിന്റെ ആരോപണം. ഹോളിവുഡിലെ പ്രശസ്തനായ നിർമ്മാതാവുമായി ഒരു മീറ്റിംഗ് ഉണ്ടാവും, അതിന് നീ വീട്ടിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ശരിക്കും കബളിപ്പിച്ചാണ് അയാൾ എൻ്റെ വീടിനുള്ളിൽ കടന്നത് എന്നാണ് ഈ മിയ സ്കീം പറയുന്നത്. അമ്മയും അച്ഛനും വീട്ടിലില്ലാത്ത നേരത്ത് തനിയെ കടന്നു വന്ന ഇയാളോട് നിർമ്മാതാവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഉടനെ വരും, അതുവരെ നീ എൻ്റെ അരികിലുണ്ടാവേണ്ടത് വളരെ പ്രധാനമാണ് എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. പിന്നീട് എപ്പോഴോ അയാൾ തനിക്ക് മയക്കുമരുന്ന് നൽകി എന്നും ഈ സ്കീം ഓർമ്മിക്കുന്നു. എന്നാൽ അതിലും പ്രധാനമായ കാര്യം, ഈ കേസിന്റെ വിചാരണയ്ക്കിടയിൽ ഹമാസിന്റെ കയ്യിൽ താൻ വളരെ സുരക്ഷിതയായിരുന്നുവെന്നും അവർ തന്നെ ഒരു രാജകുമാരിയെ പോലെ പരിപാലിച്ചിരുന്നുവെന്നും എന്നാൽ സ്വന്തം രാജ്യത്ത് താൻ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് എന്നുമുള്ള മിയ സ്കീമിന്റെ മൊഴി ഇസ്രായേലിനെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിക്കുകയാണ് ചെയ്തത്. ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ചർച്ചയായിരിക്കുകയാണ്. ഇസ്രായേലിന്റെ അയൺ ഡോമിന് ഏതായാലും മിസൈലുകളെ തടയാനൊന്നും കഴിയാത്ത സ്ഥിതിക്ക് അത് ജൂത സ്ത്രീകളെ സ്വന്തം രാജ്യത്തെ ബലാത്സംഗങ്ങളിൽ നിന്നും രക്ഷിക്കാവുന്ന തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കൂ എന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചത്. ഇത്തരം ട്രോളുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ഇപ്പോൾ ലോകമെമ്പാടും പരിഹസിക്കുകയാണ്. ഇവരുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമാണ് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ് ചുറ്റും മുള്ളുവേലി കെട്ടി അവർ രാജ്യത്തെ സംരക്ഷിച്ച് വരികയാണ്. എന്നാൽ ഇന്ന് ലോകത്തെ ഏറ്റവും അധികം സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമാണ്. അവിടെ ഇപ്പോൾ എന്തും നടക്കും. കാരണം യുദ്ധത്തിൻ്റെ പുറകെ ആയതുകൊണ്ട് സിവിലിയൻ പ്രശ്നങ്ങളൊന്നും അവർക്ക് അന്വേഷിക്കാനോ അതിൻ്റെ പുറകെ പോകാനോ ഒന്നും കഴിയുന്നില്ല. എല്ലാത്തിനെയും യുദ്ധത്തിന് പറഞ്ഞു വിടുകയാണ്. സകല പോലീസും പട്ടാളവും നാട്ടുകാരും എല്ലാം ഗസയിൽ ഇപ്പോൾ യുദ്ധം ചെയ്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നാട്ടിലെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല. അവിടെ എന്ത് വേണേലും ആവും. ആ ഒരു അവസ്ഥയാണിപ്പോൾ. എന്നാൽ ഇസ്രായേലിനെതിരായി ഉണ്ടായ ഈ മിയ സ്കീമിന്റെ ഈ ആരോപണങ്ങളെ മറികടക്കാൻ വേണ്ടി ഈ സ്റ്റേറ്റ്മെന്റുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഹമാസ് നിങ്ങളെ ബലാത്സംഗം ചെയ്തില്ലേ എന്ന് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അവർക്കതിന് കഴിയില്ല, അങ്ങനെ ചെയ്യുന്നവർക്ക് മരണമാവും ഹമാസ് നൽകുക എന്നാണ് ഇവൾ മറുപടി പറഞ്ഞത്. അതുമാത്രമല്ല, ഞാൻ ഈ ഹമാസിൽ ഒരാളെ പ്രേമിക്കുന്നു എന്നും കൂടി ഈ മിയ സ്കീം പറഞ്ഞപ്പോൾ ശരിക്കും പത്രക്കാരൻ ബോധം കെട്ട് തറയിൽ വീഴുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ എനിക്ക് അയാളെ ഇനിയും കാണാൻ കഴിയണമെന്നൊന്നുമില്ല, എങ്കിലും യുദ്ധം അവസാനിച്ചാൽ ഗസയിൽ പോയി ഞാൻ അയാളെ കാണാൻ ശ്രമിക്കും എന്നാണ് അവൾ പറയുന്നത്. ഇസ്രായേലിൻ്റെ മിസൈലുകളെ ഒഴിച്ചാൽ അവർക്കൊപ്പമുള്ള നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു എന്നും അവൾ ഈ ഇൻ്റർവ്യൂവിൽ തുറന്നു പറയുകയാണ് ഉണ്ടായത്. ഒരു പ്രണയം പോകുന്ന വഴിയെ വലിയ കടുത്ത ഭീകരന്മാരാണ്, തീവ്രവാദികളാണ് എന്നൊക്കെ പറയുന്ന ഈ ഹമാസിന്റെ കയ്യിൽപ്പെട്ട ഒരു യുവതി തന്നെ ഞാൻ ഈ തീവ്രവാദികളെ ഭീകരന്മാരൊക്കെ പ്രേമിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കാര്യം തീരുമാനമാവും.
ഇവന്മാർ ഈ ലോകത്ത് അടിച്ചിറക്കുന്ന കള്ളങ്ങൾ മുഴുവൻ വെറുതെയാണെന്നുള്ള ഒരു ജനം ഇതിലൂടെയൊക്കെ മനസ്സിലാക്കുകയാണ്. അതിനുള്ള ബോധവന്മാർക്കില്ല. സ്വന്തം നാട്ടിലെ പെണ്ണുങ്ങൾ തന്നെയാണ് പറയുന്നത് ഹമാസ് വെരി ഗുഡാണ്, നല്ലതാണ്, അമ്മമാരൊക്കെ പ്രേമിക്കാൻ ബെസ്റ്റാണെന്ന് പറയുന്നത് സ്വന്തം നാട്ടിലെ ആ പെണ്ണുങ്ങൾ തന്നെയാണ്. ഇത്തരം ഒരു അവസ്ഥ നമ്മുടെ ഈ കാസയിലൊക്കെ വന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ നോക്കില്ല. കാസക്കാർക്ക് ഈ ഒരു അവസ്ഥയുണ്ട്. അവരിങ്ങനെ സ്വന്തം പെണ്ണുങ്ങൾ ഇങ്ങനെ കോയാമാർ ഇവരെല്ലാം കൊണ്ടുപോവാണ്, ലവ് ജിഹാദ് നടത്തുകയാണെന്നൊക്കെ ഇങ്ങനെ സ്ഥിരം പറഞ്ഞ് ഇവന്മാരെല്ലാം വേറും കണ്ടന്മാരാന്നുള്ള പബ്ലിക്ക് അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെല്ലാം ചാടിപ്പോകുന്നത്. ഇപ്പം അതിന് കുറവ് വന്നിട്ടുണ്ട്. കാരണം ഇവർക്ക് തന്നെ 4 സൈഡിൽ നിന്ന് കളിയാക്കൽ വന്നപ്പോൾ ഇവർക്ക് നാണക്കേടായി തുടങ്ങി. കാരണം സ്വന്തം കൈ നിൽക്കാത്തതുകൊണ്ടാണല്ലോ ഈ പെണ്ണുങ്ങൾ ചാടിപ്പോകുന്നത് എന്ന് മറു ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ മരിച്ചിരി കുറച്ചിട്ടുണ്ട്. ഈ നേരം വെളുത്ത പാതിരാ വരെ ഈ കാസക്കകത്ത് കയറിയിരുന്ന് മുസ്ലിങ്ങളെ മുഴുവൻ തെറി വിളിക്കുന്ന കാരണം വീട്ടിലെ കാര്യമൊന്നും ശ്രദ്ധിക്കാനും ഉമ്മാർക്ക് സമയമില്ല. ബാക്കിയുള്ള സമയത്ത് കള്ളു പഠിച്ച് കയറി കിടന്ന് തുടങ്ങും. ഇതിൻ്റെ ഇടയ്ക്ക് പെണ്ണുങ്ങൾ അടുക്കള വാതിൽ വഴി ഇറങ്ങി കണ്ടവൻ്റെ കൂടെ അങ്ങ് പോകും. അതും കോയാടെ തലയ്ക്ക് വെച്ച് കൊടുക്കും എന്നുള്ളതാണ് രസം. ഇതാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ. ഇതേ അവസ്ഥയാണ് ജൂതന്മാരുടെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പെണ്ണുങ്ങൾക്കെല്ലാം ഹമാസിനോട് ഒടുക്കത്തെ പ്രേമമാണ്. ഞാൻ ചുമ്മാ പറയുന്നല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഒരുപാട് കഥകൾ പുറത്ത് വരുന്നുണ്ട്. ഈ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയ പെണ്ണുങ്ങൾക്കൊക്കെ പലർക്കും ഈ ഹമാസിനോട് പ്രണയമുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അതവരുടെ ഈ പ്രാദേശിക മാധ്യമങ്ങളൊക്കെയാണ് ഇതൊക്കെ പുറത്താക്കുന്നത്. ഇതൊന്നും ഇൻ്റർനാഷണൽ മീഡിയയിൽ പുറത്ത് പോകില്ല. അത് രാജ്യത്തിന് നാണക്കേടാണല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും അവരുടെ മീഡിയകൾ ചെയ്യില്ല. അവരെ ഈ ലോക്കൽ മീഡിയകളുണ്ടല്ലോ, അവരൊക്കെയാണ് ഈ സൈസ് കാര്യങ്ങളൊക്കെ അടിച്ചിറക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, വെറുതെ ഇച്ചിരി ഒച്ചയ്ക്ക് കൂകിയ ഉടനെ തന്നെ ഏതെങ്കിലും 10 പേര് അറിഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ വീഡിയോയ്ക്കകത്ത് ഇച്ചിരി ആള് കയറി ഇച്ചിരി നല്ല വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവരുടെ വരിക ഈ സൈസ് ചാനലുകാർ അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ. എന്താ സംഭവം, എന്താ നീ ഒച്ചയ്ക്ക് കൂകിയില്ലേ, അത് പറയാൻ വേണ്ടി, അതൊന്ന് പബ്ലിക്കിനെ നിന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അതിലൂടെ ഇവർ കുറച്ച് വ്യൂവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക ചാനൽ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് ഈ ലോക്കൽ ചാനൽ ഇസ്രായേലിലും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനത്തെ പാർട്ടികളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അതെന്നാ സംഭവിച്ചത് ഇത് ഡീറ്റെയിൽ ചോദിച്ചു മനസ്സിലാക്കി അത് പുറത്തു വിടും. ഈ പ്രണയം എന്ന് പറയുന്നത് യാദൃശ്ചികതയാണ്. അത് ശത്രുവിനോടും തോന്നാവുന്നതേ ഉള്ളൂ. സ്വന്തം നാട്ടിൽ നിന്നും അപമാനം നേരിട്ട ഒരു യുവതി ബന്ദികളാക്കിയ തീവ്രവാദികളെ പ്രണയിക്കുന്നു എന്ന് തുറന്നു പറയുന്നത് അവളുടെ ഉള്ളിലെ പകയാണ്. അത് ഭരണകൂടത്തോടുള്ള പ്രതിഷേധമാണ്. അതിൻ്റെ ഭവിഷ്യത്തുകളെ ഒന്നും അവൾ ഭയക്കുന്നുമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നെതന്യാഹുവിൻ്റെ സർക്കാർ മുങ്ങുന്ന കപ്പലാണെന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഒരു പുതിയ സർവേ ഉണ്ടായിരിക്കുന്നത്. തങ്ങൾ നശിച്ച് തീരും മുൻപ് എങ്ങനെയെങ്കിലും ഇസ്രായേൽ വിടാൻ ശ്രമിക്കുന്നു എന്നാണ് ഇസ്രായേലിലെ 40% ആൾക്കാരും പറഞ്ഞതായിട്ടുള്ള ഒരു സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ ജൂതനും ജനാധിപത്യവും എന്ന് ശഠിക്കുന്നിടത്തോളം കാലം, ഒരു അധിനിവേശമോഹം ഉള്ളിലുള്ളിടത്തോളം കാലം സുരക്ഷിതമായ ജീവിതമോ യഥാർത്ഥ ജനാധിപത്യമോ ഇസ്രായേലിൽ ഉണ്ടാവില്ല എന്നാണ് പൊതുവെ ഒരു ജനങ്ങളുടെ ഇടയിലെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർ ഇസ്രായേൽ വിട്ടുപോകാൻ വളരെയധികം ആഗ്രഹിക്കുകയാണ്. ഇത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സർവേയുടെ റിപ്പോർട്ടാണ് ഞാനീ പറയുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 60,000-ലധികം ഇസ്രായേലികൾ രാജ്യം വിട്ടുപോയിട്ടുണ്ട്. 2023 ഇതിൻ്റെ ഇരട്ടിയിലധികം ആളുകളാണ് വിവിധ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. അതിൽ 81% യുവാക്കളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. സ്വന്തം നാട്ടിൽ നിന്നും ജനങ്ങൾ സ്ഥലം വിടുകയാണ്. അവർക്ക് ജീവഭയമാണ്. ഇസ്രായേൽ ജീവിക്കാൻ കൊള്ളില്ല എന്നവർക്ക് മനസ്സിലായി. പിന്നെ കടുത്ത വിലക്കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സുരക്ഷ മാത്രമല്ല, അവിടെ വിലക്കയറ്റവും അമിതമാണ്. ഒരു രക്ഷയില്ല, ഒരു സാധനം മേടിക്കാനും പറ്റില്ല. അതുകൊണ്ടൊക്കെ അവർ രാജ്യം വിടുക. മറ്റ് രാജ്യങ്ങൾ ഒരിടത്തോട്ടൊന്നുമില്ല, അമേരിക്കയൊന്നുമല്ല, എല്ലായിടത്തോട്ടും അവർ തിരികെ പോവാണ്. ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരാം. നമ്മുടെ പണ്ട് ഇന്ത്യയിൽ നിന്നൊക്കെ പോയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വീണ്ടും തിരിച്ചു വരാം സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഇങ്ങനെ സംഭവിക്കാൻ കാരണം രാജ്യത്തെ അരാജകത്വമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജുഡീഷ്യറിയെ ദുർബലപ്പെടുത്താൻ നെതന്യാഹു സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ജീവിത ചെലവ് മാത്രമല്ല, വിദ്യാഭ്യാസവും വരുമാനവും എല്ലാം തകർന്നിരിക്കുകയാണ്. കുട്ടികളുടെ ഭാവിക്ക് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കുടിയേറുന്നതാണ് നല്ലത് എന്നാണ് ഭൂരിപക്ഷം ഈ ജൂതരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഇതിൽ തന്നെ മറ്റു ചില കൂട്ടരുണ്ട്. അവർ പറയുന്ന കുട്ടികളുടെ പഠിപ്പ്, സൈനിക സേവനത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയാത്തത്, മറ്റൊരു രാജ്യത്ത് കുടിയേറിയാൽ അവിടെ എങ്ങനെ ജോലി കിട്ടും, അവിടുത്തെ വരുമാനം എങ്ങനെയായിരിക്കും, ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അവരിപ്പോഴും ഇസ്രായേലിൽ കഴിയുന്നത് എന്നാണ്. അവർക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ 60% എന്ന് പറഞ്ഞല്ലോ, ഇവർക്കൊക്കെ പോകണം ആഗ്രഹമുണ്ട്.
പക്ഷേ മറ്റൊരു രാജ്യത്ത് പോയിട്ട് എങ്ങനെ അവിടെ നമ്മളൊന്ന് ക്ലച്ച് പിടിക്കും എന്നുള്ള ചിന്ത ഇവരുടെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മുടെ ഇടയ്ക്ക് നമുക്കുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവിടെ നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് പലപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അവിടെ പോയാൽ ജോലി കിട്ടുമോ, ഇനി എങ്ങനെ ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നല്ല വീട് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് വീട് സ്വന്തമായിട്ട് എപ്പോൾ ഉണ്ടാക്കാൻ കഴിയും, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യനെ അലട്ടുന്നതുകൊണ്ടാണ് ആരും ഓടിപ്പോകാതെ സ്വന്തം നാട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. ചിലപ്പോൾ പട്ടിണിയായിരിക്കും. അതുപോലെ തന്നെ ഒരു ഒറ്റപ്പെടലുണ്ടാവില്ല. നമ്മുടെ ബന്ധുക്കളും അല്ലെ നമ്മുടെ പരിചയമുള്ളവരെല്ലാം ഈ നാട്ടിലുണ്ടാവുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കിടക്കാം എന്ന് പറഞ്ഞ് കഴിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇസ്രായേലികളുടെ അവസ്ഥയും. അവർക്ക് പിന്നെ ഇസ്രായേലിൻ്റെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തോട്ട് താമസിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. കാരണം അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അവരുടെ പ്രശ്നം സുരക്ഷിതത്വം, ജോലി, വിദ്യാഭ്യാസം, ഇങ്ങനെ വിലക്കയറ്റം, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് ഇസ്രായേലുകളെ അലട്ടുന്നത്. അല്ലാതെ ഇവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തോട് മാറി താമസിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. ഇസ്രായേലിൽ ജനങ്ങൾ സുരക്ഷിതരല്ല എന്നൊരു ബോധമാണ് ഈ രാജ്യം വിടാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഈ ലോകത്തുള്ള ജൂതന്മാരെല്ലാം ഒരിടത്ത് കൊണ്ടിട്ടിട്ട് അവർക്ക് അവിടെ നിന്ന് തിരിച്ചു ഓടണമെന്ന് അവർ ചിന്തിക്കൂ. അവരുടെ മതത്തിന് സ്വാതന്ത്ര്യമുണ്ട്, വളരെ വിശാലമായിട്ട് അവിടെ കഴിയുകയൊക്കെ ചെയ്യാം. പക്ഷേ അതല്ല, ജീവിക്കാൻ പറ്റുന്നില്ല. തലയിൽ എപ്പോഴാണ് ബോംബൊന്നും വീഴുന്നത് പറയാൻ പറ്റത്തില്ല. ചുറ്റും ശത്രുക്കളാണ്. അതാണ് അവരുടെ പ്രശ്നം. നെതന്യാഹുവിൻ്റെ അധിനിവേശ മോഹങ്ങൾ ഒരിക്കലും നടക്കില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ഈ പ്രേമക്കാരിയും ഈ സ്കീമും ഒക്കെ രാജ്യം വിടണമെന്ന അഭിപ്രായമുള്ളവളാണ്. അവൾ സുരക്ഷിതമായ ഒരിടം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇന്റർവ്യൂവിലൂടെ അവൾ പറയുന്നതാണ് കേട്ടോ. ഇസ്രായേലിൽ ഇപ്പോൾ തീവ്ര സയനിസ്റ്റുകൾക്കല്ലാതെ വേറെ ആർക്കും ഹമാസിനോടോ പലസ്തീനികളോടോ വെറുപ്പില്ല എന്നുള്ളതാണ് സത്യം. ഈ ഹമാസ് ബന്ദികളാക്കി അവരിൽ നിന്നും തിരികെ വന്നവരിൽ ആർക്കും തന്നെ ഹമാസിനോട് ഒരു വിരുദ്ധ അഭിപ്രായമില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധേയം. അതിന് ഏറ്റവും രസകരമായത് ഈ തിരികെ വന്ന ബന്ദികളിൽ പല സ്ത്രീകളും ഈ ഹമാസിന്റെ പോരാളികളെ പ്രണയിച്ചിരുന്നു എന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുകയാണ്. അതിന് കാരണമായി അവർ പറയുന്നത് ലോകത്തിലെ വൻ ശക്തികളോട് ഏറ്റുമുട്ടാൻ ഈ യുവാക്കൾ കാണിക്കുന്ന പോരാട്ട വീര്യത്തിനെയാണ് ഇവർ പ്രേമിക്കുന്നതെന്നാണ്. ജൂതർ ഭയമുള്ളവരാണ് എന്നാണ് ഈ യുവതികളുടെ അഭിപ്രായം. പലസ്തീനികൾ അങ്ങനെയല്ല, അവർ മരിച്ചാലും ശരി നിന്ന് പോരാടും. അത് അവരുടെ ആവശ്യമായിട്ട് അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണല്ലോ നടക്കുന്നത്. ജൂതന്മാർക്ക് അത്ര വലിയ അത്യാവശ്യമില്ലാത്തതുകൊണ്ടാണ് അവർ ബലം പിടിച്ച് പോരാടാൻ നിൽക്കാത്തത്. പിന്നെ ഈ ഹമാസിനെ ഇഷ്ടപ്പെടാൻ ഈ സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾ, അവർ സ്ത്രീകളോട് വളരെയധികം കാരുണ്യത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നു. അതുകൊണ്ടാണ് അവരുടെ പെണ്ണുങ്ങൾ പോലും മരിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ ഗസയിൽ അവരുടെ ആണുങ്ങളോടൊപ്പം കഴിയുന്നത് എന്നാണ് ഈ സ്ത്രീകൾ അഭിപ്രായപ്പെടുന്നത്. ഈ ജൂതരും പലസ്തീനികളും തമ്മിലുള്ള പ്രണയം പുതിയ കാര്യമൊന്നുമില്ല കേട്ടോ. സത്യം പറയുന്നത് നെതന്യാഹുവിന് ശേഷം ജൂത പെണ്ണുങ്ങളെല്ലാം കൂടി ഈ കോയാമാരെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഗസയിൽ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഇത്രകാലം ജൂതർ ഈ പലസ്തീനികളെ ഭീകരന്മാരും കൊലയാളികളും ഒക്കെ ആയിട്ടാണ് കണ്ടിരുന്നത്. അങ്ങനെയാണ് അവരെ ധരിപ്പിച്ചിരുന്നത്. എന്നാൽ കുറേ പേരെ ബന്ദികളാക്കി അവർ ഈ പലസ്തീനികളെയും അവരുടെ കുടുംബങ്ങളുടെയും ഒക്കെ ഒപ്പം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, നമ്മൾ ഇതുവരെ കേട്ട കഥകൾ പോലെയോ ഒന്നുമല്ല ഇവരുടെ ജീവിതം. ഇവർ വളരെ സ്നേഹവും കാരുണ്യവും സഹതാപവും ഒക്കെ ഉള്ള നല്ല ആൾക്കാരാണെന്ന് മനസ്സിലായിക്കൊണ്ടാണ് അവരോട് സ്നേഹം ഈ മനുഷ്യർക്ക് തോന്നുന്നത്. അതുവരെ ഞങ്ങൾ ജൂതരാണ്, ഞങ്ങൾ മികച്ചവരാണ്, പലസ്തീനികൾ ഭയക്കേണ്ടവരാണ്, നമ്മുടെ ഈ ദേവാസുര കഥകൾ പോലെ വെളുത്തവരായ ദേവന്മാരെല്ലാം നല്ലവരും കറുത്തവരായ അസുരന്മാരെല്ലാം അതായത് തീവ്രവാദികളും ഭീകരരും എന്നൊക്കെയാണല്ലോ പൊതുവെ ഒരു കഥകളുള്ളത്. അത് കറുപ്പും വെളുപ്പും തമ്മിലുള്ള പോരാട്ടമാണ്. അതുപോലെയാണ് ഈ ജൂതൻ ഞങ്ങൾ ഏറ്റവും ഉന്നതർ എന്നവർ സ്വയം വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷെ അത് വെറുതെയാണെന്ന് മറ്റുള്ളവരായിട്ട് ഇടപെടുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. വിശ്വാസം അവനവൻ്റെ ഉള്ളിൽ മാത്രമല്ലേ ഉള്ളൂ. അത് വേറൊരുത്തനോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിശ്വാസം ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ബന്ദികളായ സ്ത്രീകളെ മുഴുവനും തന്നെ ഹമാസിൻ്റെ കുടുംബത്തോടൊപ്പം, അതായത് അവരുടെ സ്ത്രീകളോടും കുട്ടികളോടും ഒപ്പം കഴിയാനാണ് അനുവദിച്ചിരുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണം കാരണം അവർക്ക് പല സ്ഥലങ്ങളിലേക്കും മാറേണ്ടി വന്നിട്ടുണ്ട് എന്ന് ബന്ദികൾ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം രാജ്യം തന്നെയാണ് ഈ ബന്ദികളെ കൊല്ലാൻ വേണ്ടി അവരുടെ മണ്ടയ്ക്ക് ബോംബിട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ രക്ഷിക്കാൻ വേണ്ടി ഹമാസ് കൊണ്ട് നടക്കുകയായിരുന്നു ഈ ബന്ദികളെ. എന്നിട്ടാണ് തിരിച്ച് ഇസ്രായേലിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ കുഴപ്പം വരാൻ പോകുന്നത് വെച്ചാൽ തിരികെ വന്ന ബന്ദികൾ അവരുടെ കുടുംബങ്ങൾ വഴി പ്രചരിപ്പിക്കപ്പെടുന്ന ഈ സത്യം ഇസ്രായേലികൾക്ക് ഹമാസിനോടുള്ള വെറുപ്പിനെ ഇല്ലാതാക്കിയതിൻ്റെ ഫലമാണ് ഇന്ന് ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിന് നേരിടേണ്ടി വരുന്ന പ്രതിഷേധങ്ങളെല്ലാം തന്നെ. സർക്കാർ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് ജനതയെ തമ്മിൽ അകറ്റിയ ഇസ്രായേൽ ഭരണകൂടം ഇന്ന് നേരിടുന്നത് സ്വന്തം ജനങ്ങളുടെ എതിർപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.